സർക്കാർ തീരുമാനിച്ചത് എന്താണോ അത് തന്നെ നടക്കും എന്ന് പറയുന്നു. അതിനപ്പുറം ഉള്ള കാര്യങ്ങൾ അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്, അപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നത് അപ്പോൾ ചർച്ച ചെയ്യാം എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ ഷാഫി കൂടി നമുക്കൊപ്പം ചേരുന്നു. KSTA ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ ഷാഫി, ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് ഈ മതസംഘടനകൾക്ക് കൊടുത്തിട്ടാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു മുഖം രക്ഷിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടായത് എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്, അടുത്ത അധ്യയന വർഷം ഇങ്ങനെ സമയമാറ്റം പരിഗണിക്കാമെന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നപരിഹാരം എന്ന് ഉമർ ഫൈസി ഉൾപ്പെടെയുള്ളവർ പറയുന്നു. മാത്രവുമല്ല, ഈ അധ്യയന വർഷം തുടങ്ങിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യമെന്ന് പറയുന്നു. സർക്കാർ തന്നെയാണ് ഇങ്ങനെ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികളുണ്ടോ? അങ്ങനെയാണോ ഈ പ്രശ്നപരിഹാരം ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്? തീർച്ചയായും ഈ കാര്യത്തിൽ ഞാൻ ആദ്യമായി ഒരു കാര്യം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത് NEP-യുടെ ഭാഗമായിട്ടല്ല ഈ സമയ ക്രമീകരണം. സമയം മാറ്റം എന്നൊക്കെ പറയുമ്പോൾ ആ വാക്ക് തന്നെ ഒന്നുകൂടെ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. സമയത്തിലെ ചെറിയ ക്രമീകരണം മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. ഇത് NEP-യുമായി യാതൊരു ബന്ധവുമില്ല. ഇത് കഴിഞ്ഞ വർഷം ഒരു സ്കൂൾ മാനേജറും PTA പ്രസിഡന്റും കോടതിയിൽ പോവുകയും കോടതി 220 ദിവസത്തെ പ്രവൃത്തി ദിവസങ്ങൾ നമ്മുടെ നിയമപ്രകാരമുള്ള RTE പ്രകാരമുള്ള KER പ്രകാരവുമുള്ള ദിവസങ്ങൾ കുട്ടികൾക്ക് പ്രവൃത്തി ദിവസം കിട്ടുന്നില്ലെന്ന് കോടതിയുടെ വിധി സമ്പാദിച്ചു വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസങ്ങളാക്കി. അതിനെതിരെ മനഃശാസ്ത്ര വിദഗ്ധന്മാരടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടി വിദ്യാർത്ഥികൾ, അധ്യാപക സംഘടനകൾ കോടതിയിൽ പോവുകയും കോടതി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് സർക്കാരിനോട് പറഞ്ഞു. സർക്കാർ അതിനെ തുടർന്ന് ഒരു വിദഗ്ധ സമിതിയെ റിപ്പോർട്ടിനായി വെക്കുകയുണ്ടായി. ആ വിദഗ്ധ സമിതി അംഗങ്ങൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രൊഫസർ VP ജോഷിത്ത്, ഡോക്ടർ അമർ ഫെറ്റൽ, ഡോക്ടർ ദീപ ഭാസ്കരൻ, ഡോക്ടർ PK ജയരാജ്, ഡോക്ടർ MP നാരായണ ഉണ്ണി എന്നീ ആളുകൾ, വളരെ വൈദഗ്ധ്യമേറിയ ആളുകൾ, വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമേറിയ ആളുകൾ ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി എല്ലാ ജില്ലകളിലും വിവിധ സ്കൂളുകളിൽ നേരിട്ട് പോയി. എല്ലാ ജില്ലകളിലുമല്ല, തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ പോയി അവിടെയുള്ള അധ്യാപകർ, കുട്ടികൾ, അധ്യാപക വിദ്യാർത്ഥികളോടൊപ്പം തന്നെ രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങി ആളുകളോട് ചർച്ച ചെയ്തു. ആളുകളുടെ നിവേദനം സ്വീകരിച്ചു. 12,000-ഓളം ആളുകളുടെ നിവേദനങ്ങൾ സ്വീകരിച്ചു. വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക സംഘടനകൾ തുടങ്ങിയവരോട് ചർച്ച ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്ത റിപ്പോർട്ടാണ് RTE നിയമത്തിലുള്ള സമയവും KER പ്രകാരമുള്ള സമയവും പാലിക്കാൻ നമുക്ക് ഹൈസ്കൂളിൽ 1100 മണിക്കൂർ സമയം ഉറപ്പിക്കാൻ ക്രമീകരണം വരുത്തണം. അതിന് നല്ലത് ശനിയാഴ്ചകൾ എടുക്കുന്നത്, തുടർച്ചയായ 6ാമത്തെ പ്രവൃത്തി ദിവസം എന്ന ശനിയാഴ്ചകൾ എടുക്കുന്നത് കുട്ടികളുടെ മാനസികമായ ഉല്ലാസ പ്രവർത്തനങ്ങൾ, മറ്റു കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നിവയൊക്കെ ബാധിക്കും എന്നുള്ള അടിസ്ഥാനത്തിൽ അവർ കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോഴുള്ള ഈ സമയക്രമീകരണം. സമയമാറ്റം എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല. സമയക്രമീകരണം രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റും വീതം അരമണിക്കൂർ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങൾ വർദ്ധിപ്പിക്കുകയും 6ാമത്തെ പ്രവൃത്തി ദിവസം വരാത്ത ഏതാനും ശനിയാഴ്ചകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് അധ്യാപക സംഘടനകളോട് വീണ്ടും ചർച്ച ചെയ്യുകയും ചെയ്തു. ഒരു വിദ്യാഭ്യാസ കലണ്ടർ എന്നുള്ളത് വിദ്യാഭ്യാസ സമയവും അവധി ദിവസങ്ങളും മാത്രമല്ല, ഒരു വർഷം നടക്കേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഒരു സമാഹാരമാണ്. അത് എല്ലാ അധ്യാപക സംഘടനകളും 39 അധ്യാപക സംഘടനകൾ ഉണ്ട്. അംഗീകാരമില്ലാത്തവരുമുണ്ട്. അവർ വിവിധ ആശയഗതികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ, വിവിധ ഗ്രൂപ്പുകൾ ഒക്കെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ എല്ലാവരുടെയും യോഗത്തിൽ ആണ് അത്, എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണ് അത് പ്രകാശനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്താണ്? ഇവിടെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് നടക്കേണ്ട ഈ പ്രവർത്തനത്തെ
15 മിനിറ്റ് നേരത്തെ ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് നേരത്തെ സംസാരിച്ചതുപോലെ ഹൈസ്കൂളുകളിൽ മാത്രം 8, 9, 10 മദ്രസ പഠനത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം. പൊതുവിൽ അത് കുട്ടികളുടെ മദ്രസ പഠനത്തെ ഹൈസ്കൂളിലെ സമയത്തിലെ ചെറിയ ക്രമീകരണം ബാധിക്കുന്നില്ല എന്നുള്ളത്. അതിനെ വളരെ മോശമായ രൂപത്തിലേക്ക് വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ ഉൾപ്പെട്ടവരാണ്. ജനപ്രതിനിധികൾ, പൊതുജനങ്ങളൊക്കെ, ഇവരിലൊക്കെ ഈ ആളുകൾ ഉണ്ടാവും. ഈ ആളുകളുടെ ഒന്നും അഭിപ്രായത്തിൽ ഇതിനെക്കുറിച്ച് വിദ്യാർത്ഥി സംഘടനയുടെ അഭിപ്രായം രേഖപ്പെടുത്തി ആ രേഖയിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇത്തരം അഭിപ്രായം വന്നപ്പോൾ കേരളീയ സമൂഹം പറഞ്ഞു, ഇങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങളിൽ ഇത്തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് കേരളത്തിന്റെ മതനിരപേക്ഷ സാഹചര്യത്തിന് ദോഷകരമാണ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോഴും മന്ത്രി തുറന്ന സമീപനമാണ് എടുത്തത്. സർക്കാർ തുറന്ന സമീപനമാണ്. സർക്കാർ തീർച്ചയായും അങ്ങനെയാണല്ലോ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് എത്തിയത്. ഞാൻ ചോദിക്കുന്നത്, ചർച്ച നടന്നു, ഇപ്പോ സർക്കാരിന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും ഉപാധികളുടെ അടിസ്ഥാനത്തിലാണോ ഇത് എന്നതായിരുന്നു എന്റെ സ്പെസിഫിക് ആയുള്ള ചോദ്യം. അതാണ് അവസാനിക്കുന്നത്. അവിടെ ചർച്ച ചെയ്തപ്പോഴാണ് മന്ത്രി അന്ന് തന്നെ പറഞ്ഞത് എന്താ, ഇതിൽ സംശയമുള്ളവരുമായി ചർച്ച ചെയ്തും വ്യക്തമാക്കും. ഇന്ന് മന്ത്രി ഇതിന്റെ സാഹചര്യം ഞാൻ ഈ പറഞ്ഞതോ ഇതിനപ്പുറമോ ഉള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള ബൗണ്ടിങ് ആയ കാര്യങ്ങളടക്കം ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ മറ്റൊരു കരാറിന്റെയോ മറ്റൊന്നിന്റെയോ അടിസ്ഥാനത്തിലല്ല. അവർക്ക് ബോധ്യപ്പെടുത്തുമെന്നാണ് മന്ത്രി പറഞ്ഞത്. അവരെ വിളിച്ചു, അവരുമായി സംസാരിച്ച് ബോധ്യപ്പെടുത്തി എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, പ്രൊഫസർ AG ജോർജ്, ഇവിടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ മതസംഘടനകൾ ഇടപെടരുത് എന്നതാണ് നമ്മളുടെ പൊതുവെ എല്ലാവരും അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ എപ്പോഴും അത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നതും അതിൽ സർക്കാർ വഴങ്ങുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഈ വിഷയത്തിൽ സർക്കാർ വളരെ മാതൃകാപരമായ ഒരു നിലപാടാണോ സ്വീകരിച്ചിരിക്കുന്നത്? ഇപ്പോൾ ആശയക്കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞവരെ ഏറ്റവും ഒടുവിൽ നിലപാടിൽ നിന്ന് മാറി തന്നെ അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ സർക്കാർ എന്താണോ തീരുമാനിച്ചത് ആ നയവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് മാതൃകാപരമായ ഒരു സമീപനമാണോ? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പോലെ ഇത്രയേറെ കാലാകാലങ്ങളിൽ പരിഷ്കാരത്തിന് വിധേയമായ മറ്റൊരു മേഖലയുണ്ടോ എന്ന് സംശയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലം മുതൽ തുടർന്നു വരുന്ന മന്ത്രിമാരും മന്ത്രിസഭകളുമൊക്കെ ഏറ്റവും അധികം പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് വിദ്യാഭ്യാസ രംഗമാണ്. അതിന് ഓരോരോ ന്യായങ്ങൾ അതാത് സമയത്ത് ഭരിക്കുന്ന സർക്കാരും അതിനോട് ബന്ധപ്പെട്ട ആളുകളും പൊതുസമൂഹത്തിന്റെ മുൻപിൽ വെക്കാറുണ്ടതും എന്നതും പരമാർത്ഥമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഭാഗമായിട്ടല്ല ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ഇപ്പോഴത്തെ സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് എന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും ഏകദേശം ഇപ്പോൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. സാന്ദർഭികമായി പറയട്ടെ, ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഏറ്റവും വലിയ ഒരു നിർദ്ദേശമായിരുന്നല്ലോ PM ശ്രീ എന്ന് പറയുന്നതായ ഒരു പദ്ധതി. അതായത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അതിന്റെ ഫലമായി കോടിക്കണക്കിന് രൂപയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മറ്റുമായി വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഇവിടെ ഈ കേരള സർക്കാർ, ഇപ്പോൾ നിലവിലുള്ള കേരള സർക്കാർ യാതൊരു കാരണവശാലും ആ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപ്പാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു?